പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തെ ഇപ്പോൾ എതിർക്കുന്ന പല നേതാക്കളും നേരത്തെ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയവരാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പത്മജ സ്ഥാനാർത്ഥിയാകുമോ എന്നത് ഇപ്പോൾ പറയാനാവില്ല. ബി.ജെ.പിയിൽ ആര് ചേരുന്നതും ഉപാധികളോടെയല്ല. അനിൽ ആന്റണിയുടെ പ്രവേശനവും നിരുപാധികമായിരുന്നു. എന്നാൽ കെ മുരളീധരന്റെ വിമർശനങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും നിരാശയിൽ നിന്നുള്ള വാക്കുകളാണ് മുരളീധരന്റേതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിനെയും കരുണാകരനെയും ചതിച്ചയാളാണ് മുരളീധരൻ. ആരെയും കറിവേപ്പില പോലെ ബി.ജെ.പി. വലിച്ചെറിയില്ല. പാർട്ടിയിലേക്ക് വരുന്നവർക്ക് അർഹമായ പരിഗണന ഉറപ്പാണ്. ഇനിയും പലരും പാർട്ടിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ സീറ്റുകൾ പലതും ഒഴിച്ചിട്ടിരിക്കുന്നെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തോടെ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചുവെന്നും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭിമന്യു കൊലക്കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കെ പ്രധാന തെളിവുകൾ അപ്രത്യക്ഷിതമായത് യാദൃച്ഛികമല്ലേ എന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. അഭിമന്യു കൊലക്കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കെ പ്രധാന തെളിവുകൾ അപ്രത്യക്ഷിതമായത് യാദൃച്ഛികമല്ലെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രധാന പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പ്രധാന പ്രതികളെ കടന്നു കളയാൻ സഹായിച്ചത് അന്നത്തെ പോലീസ് ആയിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലെ കളികൾ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലെ കളികളുമുണ്ട്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPIM തമ്മിൽ ശക്തമായ ധാരണയുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു.